എല്ലാവർക്കും നമസ്കാരം. രശ്മി അയച്ചു തന്ന അനുഭവം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾക്കൊക്കെ സന്തോഷമാവും, ഒരു സംശയമില്ല. കേട്ടാലോ? നമസ്കാരം ശ്രീകാന്ത് സാർ, എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടമ്മാണ്. ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറയാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. എനിക്കൊരു മോളുണ്ട് കേട്ടോ, 16 വയസ്സായി. ഇപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആണ്. ഞാൻ ത്രിമധുരം ചാനലിലെ കൃഷ്ണാനുഭവം കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. ഞാൻ ഇതേപോലെ ഈ ഫെബ്രുവരി 19-ന് സാറ് പറയുന്ന അനുഭവം കേൾക്കുകയായിരുന്നു. അതിൽ സാറ് പറഞ്ഞിരുന്നു, ഒരു ചേച്ചിക്ക് അമ്പലത്തിൽ പോയി പാൽപ്പായസം കിട്ടാതെ വന്നതും പിന്നീട് ഉണ്ണിയുടെ കാരുണ്യം കൊണ്ട് പായസം കിട്ടിയതും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പാൽപ്പായസം കഴിക്കാൻ വല്ലാതെ ആഗ്രഹം തോന്നി. അതും ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന ചൂടുള്ള പാൽപ്പായസം. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോഴേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്തിട്ടോ. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അകത്തിരിക്കുമ്പോൾ പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഹസ്ബൻഡ് പോയി നോക്കി വന്നു. ഞാൻ ചോദിച്ചു ആരാണെന്ന്. അപ്പോൾ പറഞ്ഞ് അത് അമ്പലത്തിലെ കുറുപ്പ് വെളിച്ചപ്പാടാണ്. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അദ്ദേഹം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പോയി വരികയാണെന്നും കയ്യിലൊരു ബോട്ടിൽ പാൽപ്പായസമുണ്ട്, അത് തരാൻ വന്നതാണെന്നും. കേട്ടപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. സങ്കടമാണോ സന്തോഷമാണോ അറിയില്ല. എൻ്റെ ഉണ്ണിക്കണ്ണൻ എനിക്ക് വേണ്ടി എൻ്റെ ആഗ്രഹം അറിഞ്ഞു കൊടുത്തു വിട്ടതാണെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു കേട്ടോ. ഇളം ചൂടോടുകൂടി ഞാൻ പായസം കുടിച്ചു. എൻ്റെ കണ്ണൻ എന്നെ അറിയുന്നുണ്ട്, അതെനിക്ക് ബോധ്യമാക്കി തന്നു. എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ. അന്ന് തന്നെ എഴുതി അയക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ എങ്ങനെ എഴുതും, തെറ്റായി പോയാലോ എന്ന് കരുതിട്ടോ. ഇന്ന് ഈ നിമിഷം എനിക്ക് ഇത് ചാനലിൽ അറിയിക്കണമെന്ന് ഉറച്ചു. കണ്ണനെ മനസ്സിൽ സ്മരിച്ചു. ഞാനിത് എഴുതിയതാണ്. എഴുത്ത് കുറേ കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം സാർ. എൻ്റെ ഒരു കൃഷ്ണാനുഭവം അങ്ങ് ചാനൽ വഴി പറയണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ഞാനിപ്പോൾ എന്താ അറിയോ, ഇതിങ്ങനെ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഞാനങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കണ്ണൻ അവിടുന്ന് കാണുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ അല്ലേ. എന്താ കഥ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്പെഷ്യൽ അനുഭവം തന്നെയാണ്. നിങ്ങൾക്ക് കേട്ടാൽ വളരെ സന്തോഷമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ, എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ.